എന്താണ് ഒരു കാര്യം ഞാൻ പറയട്ടെ, തെറ്റിപ്പോയി. വീണ്ടും നമ്മളെങ്ങോട്ടാ പോണേ? ഞാൻ ചോദിച്ച കാറെടുക്കണം. ഏതോ കല്യാണ വീട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് നടത്തിപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും വഴി തെറ്റി. ഓലയിൽ കൂടെ പോയാൽ 10 മിനിറ്റ്, ഓട്ടോറിക്ഷ കയറിയാൽ 5 മിനിറ്റ്. ഇത് ഞാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനും വൈഷ്ണവും വിരുന്നിന് പോവാണ് കേട്ടോ. ഞങ്ങൾ ഈ വിരുന്ന് പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ബേസിക്കലി വിരുന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് എല്ലാവരുടെയും വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യും. അപ്പോൾ ഇനി കുറേ പേരുടെ വീട്ടിൽ പോകാൻ ബാക്കിയുണ്ട്. അപ്പം അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കുന്ന ആരുടെയാണെന്നറിയോ? ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ എൻ്റെ അനിയത്തിയെ പോലൊരു കുട്ടി, ഞാൻ ചിന്തൂര് വൈഷ്ണവിനെ കാണിച്ചു കൊടുക്കാൻ ചെയ്ത് നോക്ക് നന്ദുവിനെ പോലെ ഇല്ലേന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവൻ എന്നോട് പറയാണ്, നീ ഫോട്ടോ എടുത്തിരുന്നോ? ട്രെയിൻ ആക്ച്വലി ബ്ലോക്കായിരുന്നു. ഫുൾ സൺഡേ അവിടെ മെഗാ ബ്ലോക്ക് ഉണ്ട്. പറഞ്ഞ ട്രെയിൻ വരെ ക്യാൻസലാവും. ചേച്ചി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ സമയം. तालाब क्या हुआ? रेडी अല്ല, സെറ്റ് അല്ല. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി ഗൈസ്. ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് കുറേ ആയിട്ടൊന്നുമില്ല, വന്നിട്ട് പോയത്. പക്ഷെ എനിക്ക് തേർഡ് ഫ്ലോർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ വീടെത്തി. സ്വര ബേബിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഹായ് പറയും. ഹലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സംസാരിച്ചോ നീ? ഹലോ, ഇഷ്ടപ്പെട്ടില്ല. എന്റെ അമ്മേന്റെ ഇവര് ടോട്ടൽ 6 സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. എന്റെ അമ്മയുടെ 4th സിസ്റ്ററിന്റെ ഒരേ ഒരു മോളാണ് ആര്ചേച്ചി, എന്റെ കസിൻ സിസ്റ്റർ. ഹലോ, ആര്ചേച്ചിയാണ് ഇന്നത്തെ കുക്കർ. അടുക്കളയിൽ എല്ലാവരും ഒരിക്കൽ പ്രിപ്പറേഷനിലാണ്. ആര്ചേച്ചി ആക്ച്വലി നല്ല കുക്കാട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി തരും. പിന്നെ എന്തായിരുന്നു, ഫ്രൈഡ് റൈസ് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് എന്തൊക്കെയോ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പണ്ട്. ഗോബി മഞ്ചൂരിയൻ. നിനക്ക് ഓർമ്മണ്ടല്ലേ? ഇതാണ് അമ്മയുടെ 4ാമത്തെ ചേച്ചി, ഗിരി അലിവ അല്ലേ? മുട്ട ചേർക്കാൻ മുട്ട വലിയ മുട്ട വലിയ ഡയറ്റിലാണ് വലിയ മുട്ട നിങ്ങൾ. അമ്മക്ക് പിന്നെ അഹങ്കാരിയായ അമ്മ കാണിച്ചത്. ബാൽക്കണിയിൽ ഇരിക്കാം. പേടിച്ചിരിച്ചതാ. പാട്ട് കഴിഞ്ഞിട്ട് ഓടിയിട്ടല്ലേ? അതെ, ഡാൻസ് പാടിക്കോ. മൈക്ക് ഓൺ ആയിക്കോ. പാട്. मुझे लगा बोल रहे इतना इतना അറിയാം. എന്ന് ഡാൻസ് കളിച്ചോ. എന്റെ റീലൊക്കെ കണ്ട ആൾക്കാരുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമില്. ഡാൻസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല.
क्या तुम लोग मेरा बच्चे को अल्लाह फर्स्ट इसके बाद आती स्टार्टिंग का पूछना कैसे है हाँ हाँ अब चोप कहानी എങ്ങനെയാ कर അത്? दिया ആത്തി തന്നന കട്ട് ടാ എന്നല്ലേ നമുക്ക് ഇന്ന് റീലി ആയിട്ട് എടുക്കട്ടോ मैं बोला मैं ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ബാ ഫുഡ് കഴിക്കാൻ ഫുഡ് സോറി ബേബി ബാ ഫുഡ് കഴിക്കാൻ ഫുഡിന് വേണ്ടി ഇന്ത്യയോ इंडिया भारत माता की जय ബാ ഫുഡ് 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 क्या फंडिंग मेरी फंडिंग ഇവരെന്നെ കളിയാക്കുന്നുണ്ടോ ഞാൻ ആരുടെയൊക്കെ വ്ളോഗ് കാണിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഫണ്ടിങ് അമ്മ ഉണ്ണോ ആ എന്റെ അനിയന്റെ മുടി വെട്ടി നല്ല ഷൊട്ടാപ്പി പോലെ ആക്കിയിട്ടുണ്ട് തിന്നുള്ളിൽ എന്നോട് പോവാനൊക്കെ പറയണോ സ്വരം ബേബി നിനക്ക് ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാ ഒക്കെ റെഡിയായോ വല്യമ്മ എന്താ സ്പെഷ്യൽ ആയിട്ടുണ്ട് ഞാൻ ഡയറ്റില്ല പായസം അത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ വല്യമ്മ ഉണ്ടാക്കിയേ മുട്ട തൊലി പൊടിച്ചത് അപ്പൊ എല്ലാരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ Share ചെയ്യൂ. ഷെയർ ചെയ്യൂ Comment നല്ല ചെയ്യൂ. നല്ല കമന്റ് അയക്കൂ അതെ ചേച്ചി അടുത്തൊരു വീഡിയോ തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടുത്തൊരു യൂട്യൂബർ ചേച്ചിയാവും ഇപ്പൊ പായസം നിലച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിശക്കുന്നു ഇപ്പൊ കൊണ്ടുവരാം പോയി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എല്ലാരും എങ്ങനെയുണ്ട് നന്ദു ബിരിയാണി ചേച്ചി പറ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഞാനല്ലേ ഉണ്ടാക്കിയപ്പോ സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ അത് വലിയമാറ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കുഞ്ചു എങ്ങനെയുണ്ട് അന്തോ നീ സൂപ്പറാ 2 പ്ലേറ്റ് തിന്നു കഴിഞ്ഞു സ്വര എപ്പോഴും സ്വര ഗോപാലിനെ വരയ്ക്കാട്ടോ സ്വര ഗോപാലിനെ വരയ്ക്കല്ലേ ഇവിടെ വരെ മുടിയൊക്കെ കറക്റ്റാ ഇങ്ങോട്ടൊക്കെ ഗോപാല ആർട്ടിസ്റ്റ് അതാ ആർട്ടിസ്റ്റ് അസ്വസ്ഥ നീ അസ്വസ്ഥാണ് ആ അസ്വസ്ഥായി ഞാനും ആർട്ടിസ്റ്റ് अरे इसने तो गोपाल इसने आना था ഇത് ഗോപാലന തല കടൽ കാറ്റിനുള്ളിലായി അത് കുറേ കിടക്കുന്നു എനിക്ക് കിട്ടുന്നില്ല അപ്പൊ എന്നെ സ്വര ബേബി വരച്ചിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരുമോ എവിടെ കറക്റ്റ് ഇത് ഞാൻ ചെറുതായിപ്പോ നല്ല ചെറുതായിപ്പോ ഇതാണ് ഞാൻ ചെറിയൊരു സാമ്യം എവിടെ ഇത് വീണ ഒരു 15 വർഷം മുന്നേ जब फिलहाल जॉब कर रहे हैं लेकिन अभी स्विच करने का भी नहीं है नहीं स्विच ठीक है हाँ ये है ना जो ये वही है कि मुझे पूरा उसमें എന്താ ഉണ്ടാക്കണേ ഈവനിങ് സ്നാക്ക് റെഡി അങ്ങനെ സ്നാക്സ് കഴിക്കാനുള്ള സമയമായി വല്യമ്മ പിന്നെയും പണി എന്താ പിന്നെയും പായസം എടുക്കണ വീഡിയോ നമ്മൾ എടുത്തില്ലല്ലോ പാൽ ഖറാബ് ഓക്കെ ഇനി ഇതിന് ദയ്യാക്കാം പനീർ പനീറാക്കാം ചേച്ചി കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതേ ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ പോവാണ് ഇവനൊക്കെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങി ഇത്ര നേരം ചേച്ചി കഷ്ടപ്പെട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി ഞാൻ അവിടെ വായ നോക്കിയിരുന്നു കഥ പറഞ്ഞു കട്ട്ലറ്റ് കഴിച്ചു ഞാനും പറഞ്ഞ ചേച്ചി ഗണപതി എന്ന് പറഞ്ഞിട്ട് ആദ്യം എനിക്കാണ് സമർപ്പിച്ചത് ഒരു കട്ട്ലറ്റ് ചൂടോടുകൂടി ഞാൻ കഴിച്ചു സൂപ്പറായിരുന്നു ചേച്ചിയായിരുന്നു ഇന്നത് ഈ വീട്ടിലെ ബംഗാളി കണ്ടാലും പറയും ആണോ ഇഷ്ടമാണോ അമ്മ ഉണ്ടാക്കണത് അമ്മ ഉണ്ടാക്കണതാണോ ഇഷ്ടം വല്യമ്മ ഉണ്ടാക്കണതാണോ അമ്മമ്മ ഉണ്ടാക്കണതാണോ
അവളിപ്പൊ പറഞ്ഞതാ. ഇപ്പൊ ഞാൻ പറയാം അല്ലെങ്കിൽ അവള് പറയാ അമ്മയ്ക്ക് കുക്കിംഗ് അറിയില്ല, അമ്മൂമ്മയ്ക്ക് കുക്കിംഗ് അറിയുള്ളൂ. ചേച്ചിയായിരുന്നു ഇന്നത്തെ ഈ വീട്ടിലെ പങ്കാളി. ആ കണ്ടാലും പറയും. ആണോ? ഇഷ്ടമാണോ അമ്മ ഉണ്ടാക്കണത്? അമ്മ ഉണ്ടാക്കണതാണോ ഇഷ്ടം, വല്യമ്മ ഉണ്ടാക്കണതാണോ, അമ്മമ്മ ഉണ്ടാക്കണതാണോ? അവളിപ്പൊ പറഞ്ഞതാ. ഇപ്പൊ ഞാൻ പറയാം അല്ലെങ്കിൽ അവള് പറയാ അമ്മയ്ക്ക് കുക്കിംഗ് അറിയില്ല, അമ്മൂമ്മയ്ക്ക് കുക്കിംഗ് അറിയുള്ളൂ. കട്ട്ലേറ്റ് അതും എല്ലാരും വായില് വെള്ളം ഇറക്കിയിരിക്കുന്നുണ്ട്. ചായക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വരും ദീപം ഇപ്പൊ സന്ധേ. വല്ലിച്ചൻ അവിടെയാ, ഒന്നും കൂടി പെണ്ണ് കാണുന്നുണ്ടോ? വല്യമ്മ അത് കേട്ടായിരുന്നോ? വല്യമ്മ ഉണ്ടാക്കണതല്ലാത്ത നല്ല ഭക്ഷണം, ആർച്ചിച്ച് ഉണ്ടാക്കണത് നല്ല ഭക്ഷണം എന്ന്. ആ സ്ഥിരാണല്ലേ. നല്ല ക്രിസ്പി. ഇത് ചിക്കൻ കട്ട്ലറ്റോ? ഇത് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത വീഡിയോയിലിടും. പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഇത്ര ടേസ്റ്റ് വന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ബൈ 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 ബൈ. അപ്പോൾ ഞാനിന്ന് ചേച്ചിയുടെ വീട്ടിലെ ഞാൻ പോയ ചേച്ചിയുടെ വീട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ ചേച്ചി എന്ന് വെച്ചാൽ നല്ല വീട്ടിൽ എന്ന് വെച്ചാൽ 80 കിലോ ഒക്കെ ആയിരുന്നു കല്യാണത്തിന് മുന്നേ തന്നെ. പിന്നെ ചേച്ചി നല്ല കട്ട ഡയറ്റ് എടുത്തിട്ട് ചേച്ചി ഇത്രയും മെലിഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ വൈഷ്ണവിനിങ്ങനെ ഫോട്ടോ കാണിച്ചു നോക്കുമ്പോൾ എന്നെ കളിയാക്കായിരുന്നു കേട്ടോ. എന്താണ് ഒരു കാര്യം ഞാൻ പറയട്ടെ, തെറ്റിപ്പോയി. വീണ്ടും നമ്മളെങ്ങോട്ടാ പോണേ? ഞാൻ ചോദിച്ച കാരുടെ ഇങ്ങനെ വാ, നമ്മള് വീട്ടിൽ പോവാണ്. ഞാൻ ഷോർട്ട് കട്ടൊക്കെ വീട്ടിൽ പോവല്ലേ? അതാരാ പറയാ? വഴി എത്തിച്ച് വീട്ടിൽ പോവാ. വഴിയൊക്കെ തെറ്റിക്കുന്നത് മനസ്സിലാവണ. വഴിയൊക്കെ എന്തോ ആക്കിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടെ. പക്ഷെ ഇവിടെ വന്നിട്ട് കുറേ ഒന്നും ആയില്ല. പക്ഷെ ഷോർട്ട് കട്ടൊക്കെ മറന്നു ഞാൻ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പിടിച്ചാണ് വഴി തെറ്റിപ്പോയി. അപ്പോഴാണ് അവിടെ അങ്കിളിനോട് ചോദിച്ച് ക്ലിയർ ആക്കിയത്. ഇവിടുന്ന് അടുത്ത ലെഫ്റ്റിൽ നിന്നാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ചിന്തുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. എപ്പോഴാണ്? 25 ഈ മാസം തന്നെ. അപ്പം ഞാനിപ്പം സത്യം പറയാലോ, കല്യാണത്തിന് മുന്നേ എൻ്റെ വെയിറ്റ് 75 അല്ലടോ, കല്യാണത്തിന് മുന്നേ 73. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റ് 75 ആയി. ഇല്ല, അതിപ്പോ അങ്ങനെ തിന്നുകൊണ്ടാണ് 75 തന്നെയാണ്. അപ്പം ഇത് കുറച്ച് കൂട്ടി പറയും കേട്ടോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് കൂടിയ കാരണം ഭയങ്കര പ്രോബ്ലം ആവുന്നുണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് തന്നെ. പിന്നെ എനിക്ക് ഇവൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഒന്ന് സെറ്റായിട്ട് അത്ര വെയിറ്റ് കുറയൊന്നുമില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാൻ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ വൈഷ്ണവിന് എന്നെ സമർപ്പിച്ചിരിക്കുന്നു. വൈഷ്ണവാണ് നാളെ മുതൽ എൻ്റെ കോച്ച് അല്ലേ. അപ്പോൾ നമ്മൾ സെറ്റാക്കും. അപ്പോൾ ഓക്കെ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം നോക്കട്ടെ. ഡയറ്റ് ചെയ്യാനുള്ള ഇന്ന് പട്ടിണി എടുക്കണം, എന്നാലും വഴി മനസ്സിലായിട്ടോ. ഇതാണ് വഴി. ഇതൊരു ചൈനീസിൻ്റെ കടയുണ്ട്. അങ്ങനെ വീണ്ടും വഴി തെറ്റി. സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാത്ത ഏക യുവതി ഷോർട്ട് കട്ട് കൂടെ ഏതോ കല്യാണ വീട്ടിന്റെ ഉള്ളിൽ കൂടെ നടത്തിപ്പിക്കുന്നത്. മിക്കവാറും നമ്മൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുവന്നതാണ്. ഓലയിൽ കൂടെ പോയാൽ 10 മിനിറ്റ്, ഓട്ടോറിക്ഷ കയറിയാൽ 5 മിനിറ്റ്. ഇത് ഞാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഇവിടെ എല്ലാ ഷോർട്ട് കട്ടും വഴിയില്ലേ ഓൾമോസ്റ്റ് സെയിമാ. അപ്പോൾ അത് ചെറുതായിട്ട് ഇത് എനിക്കറിയാമായിരുന്നു മറ്റേ വഴി കൂടി. എത്ര വർഷമായിട്ടാണ് താങ്കൾ ഇവിടെ താമസിക്കുന്നത്? ഇവിടെ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം 3 വർഷം. അല്ല, ഈ ഏരിയയിൽ ഡോംബി കല്യാണിലെത്തിയിട്ട് ഞാൻ ഇവിടെ ധനിച്ചതാണോ? ധനിച്ചത് മുതൽ ഇവിടെയാ. പക്ഷേ മനുഷ്യന്മാരല്ലേ, വഴിയൊക്കെ പ്രായമായില്ലേ. ഏതോ കല്യാണ വീട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ചാണ് ചെന്തു ഇങ്ങനെ വീട്ടിലെത്തിയ ഭാഗ്യം.